ആന്റണി കാര്യമുട്ടം പിന്നെ എന്താ ആന്റണി വന്നിരിക്കുന്നത്? ഞാൻ ഈ പൈപ്പ് കൊടുക്കാനേ പൈപ്പ് അത് റോഡ് വന്നിട്ട് 550 റുപ്യണേ. അതെ, ഇത് എത്ര മീറ്റർ ആണ്? അത് 30 മീറ്റർ ആണ്. എന്താ ആവശ്യപ്പത്? ഇത് പയ്യനെ തൊഴുത്ത് കഴുകാനൊക്കെ, പയ്യനെ കഴുകാൻ. പശുവിനെ കഴുകാനാ? പശുവിനെ കഴുകാൻ. എത്ര പശു ഉണ്ട്? 2 പശു. 2 പശു ഉണ്ടോ? 10 ലിറ്റർ ഉണ്ട്. സൊസൈറ്റിയെ കൊണ്ട് വിൽക്കുന്നതായിരിക്കും പാലിന്റെ കുറച്ച് വീട്ടാവശ്യത്തിനെടുത്ത ശേഷം. അല്ല, ഞാന് തൈരാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. എങ്ങനെ കൊടുക്കുന്നത്? തൈരാക്കി കടയിൽ കൊടുക്കും. ആണോ? അതെ. അത് നന്നായി. അപ്പൊ അങ്ങനെ ആവുമ്പോ അത് കുറച്ചുകൂടി പണിയും ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ട് കൂടുതലുണ്ട്, കഷ്ടപ്പാടുണ്ട്. അപ്പൊ രാവിലെ നമ്മുടെ സ്വന്തം വണ്ടിയില് ബൈക്കിൽ ഇങ്ങനെ കൊണ്ടേ കൊടുക്കൂലേ? അതെ. പിന്നെ അപ്പൊ ഇത് ജോസ് പയ്യനാണ് കൊണ്ടേ കൊടുക്കില്ലേ? അപ്പൊ അങ്ങനെ ആവുമ്പോ പാല് വിൽക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ലാഭം, ഒരു 10 രൂപ ലാഭം കിട്ടും. അതല്ല, അപ്പൊ രാവിലത്തെ റബ്ബർ ഏകദേശം ഒരു 1.5 ഏക്കർ വീട്ടില്ലേ? ഉണ്ട്. അത് പാല വെട്ടണ്? അത് ഞാൻ തന്നെ. ആണോ? അതെ. ശരി, അത് പാക്ക് ചെയ്യാട്ടോ നമുക്ക്. അതെ. പിന്നെ നിങ്ങൾ തന്നെ വെട്ടണോണ്ട് പുറത്തെ പണിക്കാറില്ല. റബ്ബർ വെട്ടിട്ടാണോ വരുന്നത്? അതെ, ഇന്ന് വെട്ട് പണിയൊക്കെ വേണ്ടാവുന്നത്. അതിന് ഒരു 10-12 അന്ന് വന്നിട്ട് എന്തോ ഒരു മരുന്ന് വാങ്ങിട്ട് പോയില്ലേ? മട്ടമരുന്ന് അല്ലേ? ആ മരുന്ന് തേച്ച ശേഷം തേച്ചതിന് ശേഷം ഇപ്പൊ അധികം വെട്ടിയിട്ടില്ല. അല്ലല്ല, അധികം വെട്ടിയിട്ടില്ലേ, വെട്ടി നടന്നിട്ടില്ല. പിന്നെ അതെ, അതുകൊണ്ടാണ്. അഗ്രോയിലല്ലേ? അത് തേച്ച ശേഷം ആ ദിവസം പിന്നെ വെട്ടില്ലല്ലേ? ആ ദിവസം അല്ല, 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വെട്ട് തുടങ്ങുള്ളൂ. അതല്ലേ? ഇപ്പൊ പാല് വരാൻ തുടങ്ങി. പാല് വരാൻ ഇങ്ങനെ കൂടാൻ തുടങ്ങിയെന്ന് മാത്രം. പക്ഷേ കാലാവസ്ഥ ഇതാവുകൊണ്ട് നമുക്ക് വെട്ട് നടക്കുന്നില്ല. അതല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഇനി കഞ്ഞി കുടിച്ച് അതെ, ഇന്ന് റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും 4 മണിക്ക് ശേഷം 3 മണിക്ക് വീണ്ടും പണി തുടങ്ങും. അപ്പോഴേക്കും നമുക്ക് ഈ ഓസ് അവിടെ എത്തിച്ചിട്ട് പശുവിനെ കഴുകണം, കറക്കണം. അപ്പൊ മേയാൻ പറ്റിരിക്കണം. അപ്പൊ ഇല്ല, തൊഴുത്തിൽ തന്നെയാണോ? വിട്ടു മേയ്ക്കുന്ന പരിപാടിയില്ല. അപ്പൊ വെയിലാറുന്നതിന് മുമ്പ് ഒന്ന് കുളിപ്പിച്ച് സെറ്റ് ആക്കണ്ടേ? അതെ, അത് വെയിലത്ത് നമ്മൾ തൊഴുത്തിൽ നിർത്തി കുളിപ്പിക്കലാണ്. ഇനിയിപ്പോ വീട്ടിലേക്ക് എത്ര മണിക്ക് എത്തും? ഞാൻ ഇല്ല, ഒരു 1.5 ആവും. അതെ. നിങ്ങൾ വാഹനം ഓടിക്കാറുണ്ടോ? വാഹനം ഓടിക്കില്ല. ഇല്ല, പഠിച്ചിട്ടില്ലേ? അപ്പൊ ഈ നമ്മൾ തൈരാക്കി കഴിഞ്ഞ കടകളിലൊക്കെ എങ്ങനെ കൊണ്ടേ കൊടുക്കണം? അതിനും ചെലവുണ്ട്. വണ്ടി വിളിക്കും, വണ്ടി കൊടുത്തു. അതെ. അതാ മുതലാവുണ്ടോ? എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഈ പാല് കൊണ്ട കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് രാവിലെ ഈ ടാപ്പിംഗ് ഉള്ളതുകൊണ്ടേ. അതുകൊണ്ട് ആണ് നമ്മൾ തൈരാക്കാൻ തുടങ്ങിയത്. ആണോ? അതെ. ഓക്കെ. അപ്പൊ കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്? അപ്പൊ ഞാനിപ്പോ ബില്ല് ചെയ്ത് തരാം. ശരി, ഓക്കെ.